ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ എൻ. പ്രശാന്ത് IAS അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് വിമർശനം. CBI അന്വേഷണം കോടികൾ ചെലവാക്കി തടയരുതെന്നാണ് ആവശ്യം. അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്നും പ്രശാന്ത് പറയുന്നു. ഫേസ്ബുക്കിലൂടെയാണ് എൻ. പ്രശാന്ത് പ്രതികരിച്ചിരിക്കുന്നത്. TV പ്രസാദ് നമുക്കൊപ്പം. TV പ്രസാദ്, CBI അന്വേഷണം തടയരുത്, CBI അന്വേഷണം നടക്കണം, ചില കാര്യങ്ങളൊക്കെ പുറത്തുവരാൻ എന്നാണോ പ്രശാന്ത് പറയുന്നത്? സുജയ, നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു പിന്നീട് വലിയ തോതിലുള്ള നിയമപരമായ ഇടപെടൽ കെ.എം. എബ്രഹാം നടത്തിയത്. അതായത് അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചു എന്നാണ് പ്രശാന്ത് തന്നെ തൻ്റെ ഫേസ്ബുക്കിലെ കമൻറ്റിലൂടെ പറയുന്നത്. കെ.എം. എബ്രഹാം തനിക്കെതിരായ ഹൈക്കോടതി വിധിയെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇന്നൊരു കുറിപ്പ് രേഖപ്പെടുത്തിയത്. ആ കുറിപ്പിൻ്റെ മറുപടി ആയിട്ടാണ് എൻ. പ്രശാന്ത് ഒരു കമൻ്റ് ഇട്ടത്. ആ കമൻ്റ് ഇട്ടത് പൂർണ്ണമായും അത് കെ.എം. എബ്രഹാമിന് എതിരാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് സുജിയ, അതായത് CBI എടുത്ത കേസ് എന്നുള്ളത് കെ.എം. എബ്രഹാമിന് എതിരായ അനധികൃതമായ സ്വത്ത് സമ്പാദന കേസാണ്. അതിൽ കൃത്യമായ ഡോക്യുമെൻറ്റുകൾ കെ.എം. എബ്രഹാമിന് ഹാജരാകാനുണ്ടെങ്കിൽ പരമാവധി 6 മാസം കൊണ്ട് തന്നെ CBI അത് അന്വേഷിച്ച് തീർപ്പാക്കുകയും ചെയ്യും. അങ്ങനെ ഉള്ള ഒരു കേസിലാണ് കപിൽ സിബലിനെ പോലെയുള്ള പ്രമുഖരായ അഭിഭാഷകരെ വെച്ച് കോടികൾ ചെലവഴിച്ച് അതിനെതിരായ നീക്കം നടത്താൻ കെ.എം. എബ്രഹാം മുന്നോട്ട് വരുന്നത്. അതിന് സാർ തുനിയരുത്, കാരണം എല്ലാ ഡോക്യുമെൻറ്റുകളും ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് തുടങ്ങിയ വാചകങ്ങളാണ് അതിൽ പറയുന്നത്. മാത്രമല്ല, ഈ കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അതിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ പരോക്ഷമായ വിമർശനം അത് കോടതി അലക്ഷ്യമായേക്കും. താൻ ഡോക്ടർ ജയതിലകനെതിരെ നടത്തിയ വിമർശനങ്ങൾ, അതായത് അഴിമതിയുടെ രേഖകൾ ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് ഇത്ര കാലമായി താൻ സസ്പെൻഷനിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ ചെയ്യേണ്ടത് നിയമപരമായി ഈ അന്വേഷണത്തെ നേരിടുകയാണ്, അതല്ലാതെ കോടികൾ മുടക്കി അതിനെ ചെറുക്കാൻ നോക്കുകയല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കെ.എം. എബ്രഹാം തനിക്കെതിരായ അന്വേഷണത്തെക്കുറിച്ചിട്ട പോസ്റ്റിൽ എൻ. പ്രശാന്തിൻ്റെ പ്രതികരണം കൂടി വന്നതോടെ അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് സുജയ. വിവരങ്ങൾ നൽകിയത് TV പ്രസാദാണ്.